ഇന്നലെ ഞാൻ വൈകുന്നേരം 5 മണി 6 മണി വരെ ഞാൻ ഹോസ്പിറ്റലുണ്ടായിരുന്നു. എൻക്വയറി കമ്മിറ്റിക്ക് തെളിവ് കൊടുത്തുണ്ട്. തിങ്കളാഴ്ചയും ഇത് തെളിവുകളെല്ലാം കൊടുത്തിരുന്നു. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റിനെയും ബലപ്പെടുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഫോട്ടോ കോപ്പി കൊടുത്തിരുന്നു. എൻ്റെ സഹപ്രവർത്തകരും അവർക്ക് മൊഴി കൊടുത്തത് എനിക്ക് അനുകൂലമായിട്ടാണെന്നാണ് ഞാൻ അറിയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ എഴുതിയിരുന്നതിലോ പറഞ്ഞതിലോ മാധ്യമങ്ങളോട് പങ്കുവച്ചതിലോ ഒരു കാര്യത്തിൽ പോലും തെറ്റ് ഇല്ല. അതിനെല്ലാം തെളിവുള്ളത് കൊണ്ടാണ് ആ തെളിവുകളെല്ലാം അന്വേഷണ സമിതി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ പ്രൊക്യൂർമെന്റ് പ്രോസസ്സ് അത് വളരെ സങ്കീർണമാണ്, അത് ലളിതമാക്കണമെന്നൊരു ശുപാർശ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അതെ, അതിന് എൻക്വയറി കമ്മിറ്റിയുടെ അവസാന ചോദ്യം അതായിരുന്നു, എന്താണ് താങ്കൾക്കുള്ള നിർദ്ദേശങ്ങൾ. ഞാനത് നിർദ്ദേശങ്ങൾ പറയുക മാത്രമല്ല, A4 സൈസിലുള്ള 2 പേജ്, അത് 4 പേജ് അതിനകത്ത് നിറയെ അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എൻക്വയറി റിപ്പോർട്ടിൽ ഉണ്ടാവണം. അതിൻ്റെ കൂടെ അത് വെക്കണം. ഞാൻ നാളെ ഈ സർവീസിലില്ലെങ്കിലും അത് നടപ്പിലാക്കണം എന്നുള്ളൊരു അപേക്ഷ ഞാൻ അതിലൂടെ കൊടുത്തിരുന്നു. താങ്കളുടെ തുറന്നു പറച്ചിൽ കൊണ്ട് ഒരു ഗുണമുണ്ടായി അല്ലേ? തീർച്ചയായിട്ടും പ്രയോജനമുണ്ടായല്ലോ. അന്ന് ഓപ്പറേഷൻ മാറ്റിവെച്ച രോഗികൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ്. അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർ എന്നെ വന്ന് കണ്ട്, എന്നെയും എൻ്റെ സഹപ്രവർത്തകരെ കണ്ട് ഒന്ന് തൊഴുത് ഒരു പുഞ്ചിരി തന്നിട്ടാണ് പോകുന്നത്. ആ പുഞ്ചിരിയാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. അതോടുകൂടി നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അതിലാണ് നമുക്ക് സമാധാനം. ധാരാളം മാറ്റങ്ങൾ എഴുതിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമി ഞാൻ വായിച്ചിരുന്നു. മാതൃഭൂമിയിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേ അക്ഷരം പ്രതിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതെല്ലാം ശരിയാണ്, അക്ഷരം പ്രതി ശരിയാണ്. ഇതിലുള്ള ഈ വികസന സമിതിയുടെയും മറ്റേ ബ്യൂറോക്രസിയുടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പലർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ട്രാപ്പായിട്ട് കിടക്കുകയാണ്. അത് പരിഹരിച്ചേ പറ്റുള്ളൂ. അത് അടിയന്തരമായിട്ട് പരിഹരിക്കാൻ അത് സർക്കാർ മുൻകൈ എടുക്കുമെന്ന് പത്രത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നില്ല. അതിൽ ചില ഭാഗങ്ങൾ ഡോക്ടർ ഭാഗം അംഗീകരിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ ഒരു ബ്യൂറോക്രസിയെ പറ്റി പറയുമ്പോൾ ഇങ്ങനൊരു സംവിധാനത്തിൽ ഇരുന്നുകൊണ്ട് പരസ്യമായൊരു ഏറ്റുമുട്ടലിലേക്ക് പോയി എന്നുള്ളതാണ് ഡോക്ടർക്കെതിരെയുള്ള വിമർശനം. ഞാനത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഞാനത് എൻ്റെ കയ്യിൽ തെറ്റുപറ്റി. കാരണം അത് മാർഗം സ്വീകരിച്ചത് ശരിയല്ല എന്ന് എനിക്കറിയാം. അത് ശരിയല്ല എന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. പക്ഷേ വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണെന്ന് ഞാനത് തുറന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് തെറ്റിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് അത് അല്പം തെറ്റുപറ്റി. കാരണം ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ആരോഗ്യ വകുപ്പ് അത് ശ്രദ്ധിക്കുമെന്നും ഈ ബ്യൂറോക്രസിക്കെതിരെയാണ് മാത്രമാണ് ഞാനത് എഴുതിയിരുന്നത്. ആ ഫേസ്ബുക്ക് 3 പോസ്റ്റുകൾ ഞാനിട്ടിരുന്നു. 3ലും സർക്കാരിനെയോ ആരോഗ്യ വകുപ്പിനെയോ കുറ്റം പറഞ്ഞിട്ട് ഒന്നിലും ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ബ്യൂറോക്രസിയെ മാത്രമാണ് കുറ്റം പറഞ്ഞത്. അത് ആ പ്രശ്നം ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കുമെന്നും അടിയന്തരമായി പരിഹരിക്കുമെന്നും എൻ്റെ രോഗികൾക്ക് അടിയന്തരമായിട്ട് ചികിത്സയ്ക്കുള്ള സാധനങ്ങൾ എത്തിക്കുമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. പക്ഷേ അത് എന്തുകൊണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോവുകയും അതിന് കൂടുതൽ മാനങ്ങൾ ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോട് ഞാൻ അതിൻ്റെ സമ്മർദ്ദത്തിലായിരുന്നു. അത് ആരും എന്നെ ഭീഷണിപ്പെടുത്തല്ല, എന്നാലും എനിക്കത് തെറ്റുപറ്റി എന്ന് തോന്നി. കാരണം അത് കൂടുതലും അത് അഫക്റ്റ് ചെയ്തത് 3 പേരെയാണ്. ഒന്ന് മുഖ്യമന്ത്രി, 2 ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി, പിന്നെ പാർട്ടി CPM. ഇവർ 3ഉം എന്നും എന്നോടൊപ്പം നിൽക്കുകയും എനിക്ക് സപ്പോർട്ട് തരികയും എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള 3 പേരാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്നെ കോട്ടയത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, ഞാൻ റിക്വസ്റ്റ് പോലും ചെയ്യാതെ എന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരികയും ഇവിടെ ആവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തത്. അവർക്കെതിരെ ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വേദനിച്ചു. ഇന്നലെ ഞാനത് മാധ്യമങ്ങളോട് പങ്കിട്ടിരുന്നു. ഇത് ഞാൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനെന്നുള്ള ഒരു അടവായിട്ടോ തന്ത്രമായിട്ടോ കരുതരുത്. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ്. ഇപ്പോൾ വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ താങ്കൾക്കെതിരെ ഒരു നടപടി ആവശ്യമില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഈ FB പോസ്റ്റ് ഇത്തരത്തിൽ തുറന്ന് പറച്ചിൽ നടത്തിയതുകൊണ്ട് സർക്കാർ എന്തെങ്കിലും നടപടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഭയമുണ്ടോ? ഇല്ല, ഭയം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം നമുക്കത് ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നമുക്ക് കിട്ടും.
അതുകൊണ്ട് ഭയമില്ല. പക്ഷേ എനിക്ക് കൂടുതലും ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് സെക്ടറിലൊക്കെ അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടാത്തതുകൊണ്ടല്ല. എനിക്ക് ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്ന ഒരു പർട്ടിക്കുലർ നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. അത് എനിക്ക് ആ സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അതിലത്ര ഉള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ജോലി നഷ്ടപ്പെടുമെന്നോ വരുമാനം പോകുമെന്നോ എന്നുള്ള ഭയമല്ല. മാത്രമല്ല, ഇതിനകത്ത് ഞാൻ ഇപ്പം എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജെല്ലാം അടുത്ത എൻ്റെ 2 ജൂനിയർ ഡോക്ടർമാരും തൊട്ട് ജൂനിയറായിട്ടുള്ള മാധവ് സാറും ഷാജു സാറും ലീവാണ്. അപ്പം അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡോക്ടർ നിർമ്മൽ KP എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജുകളും ഏൽപ്പിച്ചു. എല്ലാം അടുത്ത എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് OP നടത്തും. പിന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ തന്നെ ചെയ്ത ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്ന രോഗി വളരെ സുഖമായിട്ട് പോയി. ഞാൻ അവനെ വിളിച്ച് ഇന്നലെ അവൻ്റെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അവൻ വളരെ സുരക്ഷിതനായിരിക്കുന്നു അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നീട് എല്ലാ കാര്യങ്ങളും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് ചാർജുകളും എൻ്റെ താക്കോലും ഒക്കെ അടുത്ത ഡോക്ടറെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. എന്ത് ശിക്ഷയ്ക്കും തയ്യാറായിട്ട്. അത് താങ്കൾ വകുപ്പ് മേധാവി സ്ഥാനം ഒഴിയുകയാണോ? വകുപ്പ് മേധാവി സ്ഥാനം ഒഴികെയല്ല, എനിക്ക് ഇന്ന് സസ്പെൻഷനോ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയോ മാറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അടുത്ത തൊട്ട് ജൂനിയർ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടല്ല ഞാൻ ഇത്, കാരണം ഇന്ന് പെട്ടെന്നാണ് ഇത് നടക്കുന്നതെങ്കിൽ എനിക്കത് അവിടെ സ്ഥലം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ജോലികളും അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ബ്യൂറോക്രസിയെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് സർക്കാരിന്റെയും CPM-ന്റെയും ഭാഗത്തുനിന്നൊരു ഭീഷണിപ്പെടുത്തേണ്ട ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഒരിക്കലുമല്ല. ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ബ്യൂറോക്രസിയോട് മാത്രമാണ് എൻ്റെ പോരാട്ടം. ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കും ബ്യൂറോക്രസിയുടെ അനാസ്ഥയും മാത്രമാണ് എൻ്റെ പ്രശ്നം. അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. അത് എല്ലാ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഡോക്ടർമാർക്കും ആ പ്രശ്നമുണ്ട്. എനിക്ക് വേറെ രീതിയിലും അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനത് ചെയ്തത്. അല്ലാതെ ഇത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമേ അല്ല. ഈ പ്രതികരണം നേരത്തെ ഉണ്ട്. പ്രതികരണം നടത്തിയതിൻ്റെ തിക്തഫലങ്ങൾ എനിക്ക് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ തിക്തഫലങ്ങൾ ഞാൻ പഠിക്കുന്ന സമയം പോലും അന്നും തെറ്റ് കണ്ട പറയും, അതിന് ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ആളാണ്. പല പ്രാവശ്യം എനിക്ക് ഇതുപോലെ ചെറിയ ശിക്ഷകൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ സത്യം കണ്ട് പ്രതികരിക്കുന്ന ആളാണ്. അത് ഞാനൊരു സത്യസന്ധനായ വ്യക്തിയാണ്. അതിപ്പോൾ സത്യസന്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറയാതിരിക്കുക എന്നല്ല, സത്യം വിളിച്ച് മൂടിയിരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എനിക്ക് പല സത്യങ്ങളും ഞാൻ പലപ്പോഴും തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അത് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഡോക്ടർ ഇക്ബാലിനെ പോലുള്ളവർ താങ്കൾക്ക് പിന്തുണയുമായി രംഗത്തുനിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ സിസ്റ്റം തന്നെ മാറ്റേണ്ടത് ആവശ്യമാണ്, അടിയന്തര ആവശ്യമാണെന്നൊക്കെയാണ് പറയുന്നത്. അത് ഇക്ബാൽ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് മുതൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ അന്ന് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്റ്റേറ്റിലെ ക്വിസിന് ഫസ്റ്റ് വാങ്ങിച്ചതിന് ഇക്ബാൽ സാറാണ് എനിക്ക് കല്ലറ സ്കൂളിൽ വന്ന് എനിക്ക് അന്ന് സമ്മാനം തന്നത്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഇക്ബാൽ സാറിനെ അറിയാം. ഇക്ബാൽ സാറ് ഒരുപക്ഷെ എന്നെ അറിയുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ ഇക്ബാൽ സാറ് മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി പ്രൊഫസറായിരുന്നു. അദ്ദേഹം വളരെ ഒരു ശാസ്ത്രജ്ഞനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തിനെ അന്നും ഇന്നും കണ്ടിട്ടുള്ളത്. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ മുതിർന്ന ഒരു പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ഒക്കെ ഞാൻ ധാരാളം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്നെ അറിയാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എനിക്ക് വളരെ മൂല്യം കൊടുക്കുന്നു. അറിയിച്ചിട്ടില്ല. ഞാനത് താത്വികമായിട്ട്, കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ലോങ് പ്രോസസ്സാണ്. ഇപ്പോൾ നമുക്കൊരു സസ്പെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഫയൽ, സ്റ്റോക്ക് രജിസ്റ്ററുകൾ, അറ്റൻഡൻസ് രജിസ്റ്റർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. ഇന്നെന്നെയും പണിഷ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കിനി താക്കോലും കൂടെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കേണ്ട ഒരു ചെറിയ ചടങ്ങ് മാത്രമേ ഉള്ളൂ. അതെ, എൻ്റെ തൊട്ട് താഴെ നമുക്ക് സീനിയോറിറ്റി ഉണ്ടല്ലോ. നമ്മുടെ തൊട്ട് താഴെയുള്ളതാണ് ഡോക്ടർ സാജു, അദ്ദേഹം ലീവിലാണ്. അതിൻ്റെ താഴെയുള്ളത് ഡോക്ടർ മാധവൻ, അദ്ദേഹവും ലീവിലാണ്. അതിൻ്റെ താഴെയുള്ളതാണ് ഡോക്ടർ നിർമ്മൽ, അദ്ദേഹത്തിനാണ് ചാർജുകളെ ഞാൻ ഏൽപ്പിച്ചിരുന്നത്.
ഇല്ല, ഒരു ചട്ടലംഘനത്തിന് സാധാരണ സസ്പെൻഷനാണ് അതിൻ്റെ ചെയ്തത്. അതിനനുസരിച്ചുള്ള ഗുരുതരമായ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തെറ്റ് ചെയ്തയാൾക്ക് ശിക്ഷ കിട്ടും. അതിന് നമുക്കതിനകത്ത് വിഷമമില്ല, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, അത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു സസ്പെൻഷൻ ആണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്, എത്ര നാളത്തേക്കാണോ, അത് സ്ഥലം മാറ്റം വല്ലതും ആണോ, എന്താണെന്ന് അറിയില്ല. എന്തായാലും മറ്റു പ്രിപ്പറേഷൻ, എനിക്ക് പിന്നെ സാമ്പത്തിക ബാധ്യത എന്നുള്ളതൊന്നുമില്ല. എനിക്ക് ലോണുകളോ കടങ്ങളോ ഒന്നുമില്ല. എൻ്റെ വൈഫിന് ജോലിയുണ്ട്, മക്കൾക്ക് മൂത്തയാൾക്കും ജോലിയായി. അപ്പോൾ അവരുടെ വരുമാനമുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ചിലവില്ല. എനിക്കൊരു ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടിയാൽ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ നടക്കും. ഒരു കടുത്ത തീരുമാനങ്ങളും ഇല്ല. വേറെ കടുത്ത തീരുമാനങ്ങളൊന്നുമില്ല. അവരുടെ ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ. തെറ്റ് ചെയ്താൽ ശിക്ഷ സ്വീകരിക്കുന്നതിൽ എനിക്കതിന് മടിയുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് സർവീസ് ഞാനില്ലെങ്കിലും ഈ മെഡിക്കൽ കോളേജിനെ ഞാൻ ഇകഴ്ത്തി പറഞ്ഞതല്ല, മെഡിക്കൽ കോളേജിൽ സർവീസുകൾ മോശമാക്കി കാണിച്ചതല്ല. കേരളത്തിലെ ലക്ഷം ജനങ്ങളുടെ ആശ്രയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട് ജില്ലകളിൽ നിന്നും കർണാടകത്തിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതിപ്രശസ്തമായ സ്ഥാപനമാണ്. 1956 ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണത്. വളരെ പ്രശസ്തമായ സ്ഥാപനമാണ്. വളരെ അതിപ്രശസ്തരായ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 6 ഡോക്ടർമാരും 20 വർഷത്തോളം സർവീസ് ഉള്ളവരാണ്. കൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ ജബ്ബാർ സാറാണെങ്കിൽ എൻഡോക്രൈനോളജിയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡോക്ടറാണ് ജബ്ബാർ സാർ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ. മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ബെസ്റ്റ് ഡോക്ടർ അവാർഡ് വാങ്ങിച്ച ഡോക്ടർ അരവിന്ദ്, ഇങ്ങനെ ഒരുപാട് വിഭാഗത്തിലുള്ള ഡോക്ടർമാരുള്ള നല്ല ഒരുപക്ഷെ ദേശീയ നിലവാരത്തിൽ തന്നെ വരുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡൽഹി എയിംസ് പോലുള്ള എയിംസ് വരണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡൽഹി എയിംസിനേക്കാളും മികച്ച നിലവാരത്തിലേക്ക് വരും.